ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 31. ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിനായകനെ കണ്ടതും വ്യാസ് ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്നു നിന്നു. ഗൗരിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയ വ്യാസ് രാജേന്ദ്രനെ കണ്ടതും തല വെട്ടിച്ചതും അയാളുടെ കയ്യിൽ എഴുതിയിരുന്ന ഇരുമ്പ് കമ്പി വിനായകന്റെ കഴുത്തിലേക്ക് ആർന്നിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. താൻ തക്ക സമയത്ത് തല വെട്ടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ വിനായകന് പകരം പ്രാണന് വേണ്ടി പിടയുന്നത് താനായനെ എന്നോർത്തതും വ്യാസ് നോക്കിയത് ഗൗരിയെയാണ്. ആകെ ഭയന്ന് വിറച്ച് ഇരിക്കുന്നവരെ കാണുകെ അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ! രാജേന്ദ്രന്റെ ചങ്കു പൊട്ടുമാറുള്ള നിലവിളിയാണ് എല്ലാവരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. വ്യാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടതും ഗൗരിക്ക് ശ്വാസം നേരെ വീണു. അതേസമയം വ്യാസ് അവളുടെ കെട്ടഴിച്ച് അവളെ ഇറുക്കെ പുണർന്നു. അത്രയും ദിവസം കാണാതെ ഇരുന്നതിന്റെയും അല്പം മുൻപ് പ്രാണൻ നഷ്ടപ്പെടുന്നതിന്റെ പക്കത്ത് നിന്നും തിരിച്ചു കിട്ടിയതും സമ്മിശ്ര വികാരങ്ങളാൽ അവിടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേദ് വിനായകന്റെ അടുത്ത് ചെന്ന് പൾസ് ചെക്ക് ചെയ്തെങ്കിലും അവനിൽ ജീവൻ ബാക്കി നിൽക്കുന്നില്ല എന്ന് മനസ്സിലായി. വേദ് വിളിച്ച് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും രാജേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കൈകളിൽ വിലങ്ങണിഞ്ഞു നിൽക്കുന്ന രാജേന്ദ്രന്റെ അടുത്തേക്ക് വ്യാസ് ഗൗരിയെ കൂട്ടി നടന്നു ചെന്നു. എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ താൻ എന്താണോ നേടിയത്? താൻ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തു കൂട്ടിയതെന്ന് ആലോചിച്ചു നോക്ക്. മറ്റൊരാളുടെ സ്വത്ത് മോഹിച്ച് താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്റെ സ്വന്തം സ്വത്തോ എന്തിന് പാരമ്പര്യം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ലാത്ത അവസ്ഥയായില്ലേ? തന്നെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ തന്നെ ജീവനോട് വിടില്ലായിരുന്നു. ഇപ്പോഴും തന്നെ കൊല്ലാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവളെ ഇത്രയും ഉപദ്രവിച്ചതിന്. പക്ഷേ വേണ്ട, താൻ ഒറ്റടിക്ക് മരിക്കാൻ പാടില്ല. മകന്റെ മരണത്തെ ഓർത്ത് ഓർത്ത് ഓരോ നിമിഷവും താൻ ജീവിക്കണം. അവന്റെ മരണം സ്വന്തം കൈകൊണ്ട് സംഭവിച്ചല്ലോ എന്നോർത്ത് താൻ ഉരുകണം. അതിലും വലിയ ശിക്ഷ തനിക്കിനി കിട്ടാനില്ല. വ്യാസിന്റെ വാക്കുകൾ കേൾക്കും തോറും അയാളുടെ ഉള്ളിൽ കുറ്റബോധം കൂടി വന്നു. അയാൾ ആകെ തകർന്നു പോയിരുന്നു. മകന്റെ പ്രതീക്ഷിക്കാതെയുള്ള മരണം അയാളിലെ അഹങ്കാരവും ശൗര്യവും പൈശാചികതയും അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ അങ്ങ് നീ പോയാലോ? നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാമെന്നേ. ഒരു വഷളൻ ചിരിയോടെ രോഹിത്തിന്റെ മുഖത്ത് അവൾ തൊട്ടതും അർദ്ധബോധാവസ്ഥയിലും അവൻ ആ കൈ ശക്തിയോടെ തട്ടിമാറ്റി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൻ ശ്രമപ്പെട്ട് തന്റെ ബോധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചു. കാരണം മുന്നിൽ നിൽക്കുന്നവളുടെ ഉദ്ദേശം നടക്കാൻ അനുവദിച്ചുകൂടാ. ഹോ, ഇത്രയും ഹെവി ഡോസ് മരുന്ന് ശ്വസിച്ചിട്ടും നിന്റെ വീറിന് കുറവൊന്നും വന്നില്ലല്ലോ. പുച്ഛത്തോടെ ഗീതു പറഞ്ഞതും കട്ടിലിൽ നിന്നും ഒരുവിധം എഴുന്നേറ്റ് രോഹിത് അവളെ പിന്നിലേക്ക് തള്ളി മാറ്റി. മാറിപ്പോടി എന്റെ അടുത്ത് നിന്ന്. നീ എന്തുദ്ദേശത്തിലാ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നേ? തീർത്തും ദുരുദ്ദേശം. വേദ്, അവനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സമയം ശരിയല്ലാത്തത് നിന്റെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ വെച്ച കെണി കൃത്യമായി നീ വന്നു വീണത്. വ്യാസിനും അവന്റെ വീട്ടുകാർക്കും മുന്നിൽ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അവന്റെ ചേട്ടന്റെ ഒപ്പമായാലും സുഹൃത്തിന്റെ ഒപ്പമായാലും അവിഹിതത്തിന് പിടിച്ചാലും ഞാൻ വിചാരിച്ച കാര്യം നടക്കും. പിന്നെ ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ പാവം ലച്ചു, അവളുടെ കല്യാണവും ഇതോടെ മുടങ്ങും എന്നുള്ളതാണ്. അല്ല, ഒരു കണക്കിന് അതും നല്ലതാ. വല്ലാത്ത അഹങ്കാരം അവൾക്ക്. എന്നെ ഭരിക്കാൻ കുറെ ശ്രമിച്ചതാ. അതിനുള്ള എന്റെ ഗിഫ്റ്റ് ആയിക്കോട്ടെ ഇത്. എടി! ദേഷ്യത്തോടെ വിളിച്ച് അവൻ അവളുടെ കഴുത്തിൽ കൈവച്ചു മുറുക്കി. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. എന്നാൽ അവൻ ശ്വസിച്ച മരുന്നിന്റെ ശക്തിയിൽ അവന്റെ കൈ പെട്ടെന്ന് തന്നെ തളർന്നു. അതേസമയം ഗീതുവിനെ തള്ളി മാറ്റി. നിലത്ത് കുളഞ്ഞിരുന്ന രോഹിത്തിനടുത്ത് ചെന്ന് ഗീതു ഇരുന്നു.
നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? കുറച്ചു നേരം കൂടി എന്നെ സഹിച്ചാൽ മതിയെന്നേ. കല്യാണ പെണ്ണിനെ അന്വേഷിച്ചു വരുന്നവർ കല്യാണച്ചെക്കന്റെ സുഹൃത്തും കല്യാണ പെണ്ണും തമ്മിൽ ഒരു മുറിയിൽ പരസ്പരം പുണർന്ന് നിൽക്കുന്നത് കാണണം. എനിക്ക് അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലടി. അത്രയും പറഞ്ഞ് ഒരുവിധം രോഹിത് എഴുന്നേറ്റ് വാതിൽ ലക്ഷ്യമാക്കി നടന്നതും ഗീതു അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് ശക്തിയായി പിന്നിലേക്ക് വലിച്ചു. എന്നാൽ രോഹിത് സർവശക്തിയും എടുത്ത് അവളെ ആഞ്ഞു തള്ളി. തള്ളലിന്റെ ഊക്കിൽ അവൾ പിന്നിലേക്ക് മലണനടിച്ചു വീണു. വാതിലിന്റെ കുറ്റി നീക്കുന്നതിന് മുന്നേ തന്നെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് രോഹിത് ഒരു നിമിഷം തറഞ്ഞു നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കി വിജയീ ഭാവത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഗീതുവിനെ കണ്ടതും രോഹിത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. അവന് ലച്ചുവിനെ ഓർമ്മ വന്നു. അവൾ തന്നെ അവിശ്വസിക്കുമോ എന്ന ഭയം അവനിൽ നിറഞ്ഞു. തുടർച്ചയായി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും രോഹിത് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. റൂമിന് മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെയും വ്യാസിന്റെ വീട്ടുകാരെയും കണ്ടതും അവർ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്ത അവനിൽ പരിഭ്രമം ഉണ്ടാക്കി. എന്നാൽ ലച്ചുവിന്റെയോ വ്യാസിന്റെ മറ്റു വീട്ടുകാരുടെയോ മുഖത്ത് അപ്പോഴുള്ള ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. ഈ നേരം കൊണ്ട് തന്നെ ഗീതു തന്റെ ഇട്ടിരുന്ന സാരി ഒരുവിധം ആകെ അഴിഞ്ഞു വീഴും എന്ന രീതിയിലാക്കി. നെറ്റിയിലെ പൊട്ടും ചുണ്ടിലെ ലിപ്സ്റ്റിക്കും കൈകൊണ്ട് മാച്ച് എല്ലാവരെയും ഒറ്റ നോട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വണ്ണം തയ്യാറെടുത്തു നിന്നു. ലച്ചു, ഞാൻ രോഹിത് മുന്നോട്ട് വന്ന് പറഞ്ഞു തുടങ്ങിയതും ഗീതു റൂമിൽ നിന്ന് ഓടി വന്ന് നിറ കണ്ണുകളാലെ ലച്ചുവിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ലച്ചു, ക്ഷമിക്കടി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ. പിന്നെയും പിന്നെയും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് രോഹിത് വന്നപ്പോൾ എപ്പോഴോ എന്റെ മനസ്സുമൊന്ന് പതറി. വ്യാസ്, ഞാൻ അവനോട് ചെയ്തത് വലിയ തെറ്റാ. എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചതാ. പക്ഷേ ഇവൻ സമ്മതിച്ചില്ല. അവന്റെ ഭാര്യ ആയിരുന്നു കൊണ്ട് തന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അല്ലാതെ ഞാൻ മനഃപൂർവ്വമല്ല. ഗീതു പറയുന്നത് കേട്ട് രോഹിത് മുന്നോട്ട് വന്ന് അവളെ അടിക്കുവാനായി കൈ പൊക്കിയതും ലച്ചു അവന്റെ കൈ തടഞ്ഞു. രോഹിത് പകപ്പോടെ അവളെ നോക്കി. അവളുടെ മുഖത്തെ കല്ലിച്ച ഭാവം അവനിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാക്കി. അവൾ തന്നെ തെറ്റിദ്ധരിച്ചു കാണും എന്നവൻ ഉറപ്പായി. ലച്ചുവിന് മുന്നിൽ നിൽക്കുന്നത് ഗീതു അല്ല, മറിച്ച് ഗൗരിയാണ്. അവൾ പ്രാണനായി കണ്ട് സ്നേഹിക്കുന്നവൾ. അവൾ കരഞ്ഞു പറയുന്ന കാര്യം, അത് ഒരു പെണ്ണ് ഒരിക്കലും നുണ പറയാൻ ശ്രമിക്കാത്ത കാര്യം ഓർക്കവേ അവന് ഗീതുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. ലച്ചു, നീ എന്തിനാ എന്നെ തടയുന്നേ? ഈ മോള് പറയുന്നത് എല്ലാം നുണയാണെന്ന് നിനക്കറിഞ്ഞൂടെ? നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലേ? പ്ലീസ് ഡേ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിന് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവളെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുമ്പോൾ നിനക്കത് മനസ്സിലാകും. എന്ത് പറഞ്ഞിട്ടും തിരിച്ചു മറുപടി പറയാതെ നിൽക്കുന്ന ലച്ചുവിനെ കാണും തോറും അവന് സങ്കടം കൂടി വന്നു. ഗീതുവിന്റെ മുഖത്ത് തന്റെ പ്ലാൻ വിജയിച്ചതിലുള്ള സന്തോഷവും. നീ എന്നെ അവിശ്വസിക്കുകയാണോ ലച്ചു? നിനക്ക് എന്നെ അറിയില്ലടി. ഞാൻ നിന്നെ മാത്രം പ്രണയിച്ചിട്ടുള്ളൂ എന്നറിയില്ലേ നിനക്ക്? എന്നിട്ടും നീ എന്തിനാ എന്നെ തടയുന്നേ? മാറി നിൽക്ക്, ഇവളെ ഇന്ന് ഞാൻ കൊല്ലൂ. അത് കേട്ട് ലച്ചു അവന്റെ പിടിച്ചു വെച്ചിരുന്ന കൈ വിട്ടു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ ഗീതുവിനടുത്തേക്ക് നടന്നു. ലച്ചു വരുന്നത് കണ്ടതും ഗീതു തന്റെ അഭിനയം തുടങ്ങി. കള്ളക്കരച്ചിൽ ആരംഭിച്ചു. ഇവന് നിന്നോട് പ്രണയമൊന്നുമില്ലടാ, നിന്നെ ചതിക്കുകയാ. എന്നെയും പറഞ്ഞു പറ്റിച്ചു. ചതിയനാ. പറഞ്ഞു മുഴുവിക്കും മുന്നേ അടികെട്ടി ഗീതു നിലത്തേക്ക് വീണിരുന്നു. മുഖത്തിന്റെ ഒരു വശം മുഴുവൻ വല്ലാത്ത തരിപ്പ് തോന്നി അവൾക്ക്. നേരെ നോക്കിയതും കൈ കുടഞ്ഞു നിൽക്കുന്ന ലച്ചുവിനെ കാണുകെ
ഗീതുവിന് ദേഷ്യവും മറ്റുള്ളവർക്ക് ആശ്വാസവും തോന്നി. നീ നീ എന്നെ തല്ലി അല്ലേ? നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് വല്ലാത്തൊരു ഭാവത്തോടെ ഗീതു ചോദിച്ചു. തല്ലുകയല്ല, കൊല്ലും ഞാൻ നിന്റെ പിഴച്ച നാക്ക് വെച്ച്. എന്റെ രോഹിത്തിനെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ. ഓ, അപ്പോ നിനക്ക് എന്നെക്കാളും ഇവനെയാണല്ലേ വിശ്വാസം? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ? ഞാൻ പറയുന്നതിനേക്കാളും നിനക്ക്. അതേടി, എനിക്കിതാ ഈ നിൽക്കുന്നവന് തന്നെയാ വിശ്വാസം. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവന്റെ മനസ്സിൽ ഞാനല്ലാതെ വേറെ ഒരു പെണ്ണും ഇല്ലെന്നും ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ എന്നല്ല, ആരെന്ത് നാടകം കളിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ബിക്കോസ് ഐ ട്രസ്റ്റ് ഹിം മോർ ദാൻ മീ. അവസാന വാചകങ്ങൾ അവൾ നോക്കി പറഞ്ഞത് രോഹിത്തിനെ നോക്കിയായിരുന്നു. അവളുടെ വാക്കുകൾ കേൾക്കെ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത കാരണം, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവില്ലാത്തവനല്ല ഇവനെന്ന് എല്ലാവർക്കും ഇവിടെ അറിയാം. ഗൗരിയെ കണ്ട് അന്നു മുതൽ സഹോദരിയായി രോഹിത് കണ്ടിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ കാരണം, നീ എന്റെ ആരാണെന്നാ പറഞ്ഞത്? ചോദ്യരൂപേണ അവൾ ചോദിച്ചതും ഗീതു ഒന്ന് പതറി. പിന്നെ ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞു, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരി. പറഞ്ഞു തീർന്നതും ലച്ചുവിന്റെ കൈ അവളുടെ കവിളിൽ ഒന്നുകൂടി പതിഞ്ഞു. നീ ഗൗരി ആണെങ്കിൽ അപ്പൊ പിന്നെ ഈ നിൽക്കുന്നത് ആരാടി? നിന്റെ പ്രേതമോ? അവളുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയ ഗീതു കണ്ടത് വ്യാസിനെയും അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗൗരിയെയുമാണ്. അവളെ അവിടെ കണ്ടതും ഗീതു പകച്ചു നിന്നു. വ്യാസിന്റെയും വേദിന്റെയും മുഖഭാവത്തിൽ നിന്നും അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. വ്യാസിന്റെ കൈ പിടിച്ച് ഗൗരി ഗീതുവിന്റെ അടുത്തേക്ക് വന്നു നിന്നു. മതി ഗീതു, ഇനിയും ഈ നാടകം വേണ്ട. നീ ചെയ്തതിനൊക്കെ തിരിച്ച് പകരം വീട്ടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. അത് നീ എന്റെ കൂടെപ്പിറപ്പ് ആയതുകൊണ്ടല്ല. മറിച്ച് നിന്നെ പോലെ ഒരുത്തിയെ കൊന്നിട്ട് എനിക്ക് എന്റെ ജീവിതം നശിപ്പിക്കാൻ വയ്യ. ഞാൻ ആഗ്രഹിച്ച പോലെ, സ്വപ്നം കണ്ട പോലെ വ്യാസിനും കണ്ണനുമൊപ്പം എനിക്ക് ജീവിക്കണം. പക്ഷേ നിയമത്തിന് മുന്നിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ദാ പുറത്തു നിൽക്കുന്ന പോലീസിനൊപ്പം നീ പോകണം. ഇനി ഒരിക്കൽ കൂടി നീ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നാൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല. അതോർത്തുകൊണ്ട് വേണം നീ പോകാൻ. അവൾ പറഞ്ഞു നിർത്തിയതും കുറച്ച് പോലീസുകാർ അകത്തേക്ക് കടന്നു വന്നു. വ്യാസ് അവരോട് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു. എല്ലാവരുടെയും ശ്രദ്ധ അവരിലാണെന്ന് കണ്ടതും അടുത്ത് മേശയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഫ്രൂട്ട്സും അത് മുറിക്കാൻ വെച്ചിരിക്കുന്ന കത്തിയും ഗീതു കണ്ടു. ഞൊടിയിടയിൽ അവൾ അത് കയ്യിലെടുത്ത് നീതുവിന്റെ കൈ പിടിച്ചു നിന്നിരുന്ന കണ്ണനെ പിടിച്ചു വലിച്ച് അവന്റെ കഴുത്തിൽ കത്തി ചേർത്ത് വെച്ചു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ എല്ലാവരും കണ്ണനെയും അവന്റെ കഴുത്തിൽ ഗീതു ചേർത്ത് വെച്ചിരിക്കുന്ന കത്തിയും കണ്ട് ഒരു നിമിഷം തരിച്ചു നിന്നു.